ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം. വിശ്വാസികള്, മുസ്ലിം വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികൾ പ്രത്യേകിച്ചും കാണണം. എന്നിട്ട് മനസ്സിലാക്കണം, പിശാച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ പിശാച്ചിന്റെ അപ്ഡേഷൻ എങ്ങനെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം പിശാച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തനം ദുർബോധനം നടത്തിക്കൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുക എന്നാണ്. ആ പ്രയോഗമാണ് ഇവൻ നടത്തുന്നത്. ഇവർ യുക്തിവാദി നിരീശ്വരവാദിയാണ്. രണ്ടും കണക്ക് തന്നെയാണ്. നിരീശ്വരവാദിയാണ്. ഈ നിരീശ്വരവാദിയായ ഇവൻ എന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞാണ് പറയുമ്പോൾ നമ്മളെ അന്തം വിട്ടു. കാരണം നിരീശ്വരവാദികളും യുക്തിവാദികളും പൊതുവെ എന്ത് പറയില്ല, അങ്ങനെ ബഹുമാനിക്കളൊന്നുമില്ല പ്രവാചകനെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തുടങ്ങുക, പരിശുദ്ധ ഖുർആൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ആളുകൾ ഇവന്റെ വിഷയം ഇങ്ങനെ കേൾക്കുക എന്ന് കാണുമ്പോൾ പിന്നെ എങ്ങനെ ആ വിഷയത്തിനെ, പരിശുദ്ധ ഖുർആനിനെ ഇകഴ്ത്തിങ്ങാണ്ട് പറയാൻ വേണ്ടിയിട്ട് ഇവ ശ്രമിക്കും. ഇവന്റെ വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത്. എന്താ ഇവന്റെ വീഡിയോസ് ചെയ്യാൻ കാരണം? ഈ വീഡിയോയിൽ ഇവന് ആരിഫ് ഹുസൈനെ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, താങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്താണ് താങ്ങുന്നത്? ആരിഫ് ഹുസൈന് ഇവിടുന്ന് ലണ്ടനിലേക്ക് പോയിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ലോകർക്ക് കാണിച്ചു കൊടുക്കാനാണ് അവൻ തീരുമാനിച്ചത്. എന്ത്? അവന്റെ മുന്നിൽ ഇസ്ലാം വിശ്വാസികളെ, മതവിശ്വാസികളെ മുട്ടുമടക്കിയിട്ടുണ്ട്. കാരണം വലിയൊരു അറിവാളിയാണ് ഇവന്, യുക്തിവാദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ എന്താ ചെയ്തത്? 2 ചോദ്യമാണ് ചോദിച്ചത് ഓനോട്. ഓനാണ് ആ ചോദ്യം ചോദിക്കുന്നത്. മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയൂ, പരിശുദ്ധ ഖുർആനിൽ വചനം ഉണ്ട് എന്ന് പറഞ്ഞു. 1. എന്താണ് ആ വചനം? പരിശുദ്ധ ഖുർആനിൽ വചനമുണ്ട്, സ്വന്തം പിതാവിന് മകളെ വിവാഹം കഴിച്ചുകൊണ്ട് ക്ഷയിക്കാം, മകളെ വിവാഹം കഴിക്കാം എന്ന വചനമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? ആ വചനം ഇപ്പോൾ തന്നെ കാണിച്ചു കൊണ്ടാ പറഞ്ഞു. അവിടുന്ന് അവൻക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയാതെ തോറ്റോടി. അത് ഇപ്പോഴും അവൻക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല, ഇവനക്കും സാധിക്കണില്ല. ഇവരൊക്കെ ഇരുന്നുകാണ്ട് ഈ പിടിച്ച വചനം എന്ന് പറഞ്ഞാലല്ലേ കാണിക്കണ്ടേ? അങ്ങനത്തെ ഒരു വചനം പരിശുദ്ധ ഖുർആനിലില്ല. അപ്പൊ പച്ചക്കള്ളം മാത്രം പറയാന് ജന്മമെടുത്ത യുക്തിവാദികളും നിരീശ്വരവാദികളാണ് ഇവര്. ഇനിയോ അതിൽ വേറൊരു ചോദ്യം ആദ്യം ചോദിക്കണം. എന്താണ് ആരിഫ് ചോദിക്കണ ചോദ്യം? സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കലാണോ അതോ സൃഷ്ടാവിനെ, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണോ കുറ്റം എന്ന് ഈ ചോദ്യം ആദ്യം ഉന്നയിച്ചു. അപ്പൊ അതിനുള്ള മറുപടി എന്താണ്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ പങ്കു ചേർക്കലാണ് കുറ്റം. അത് വിശദമായിട്ട് അറിയേണ്ടതും പഠിക്കേണ്ടതുമാണ്. എന്നിട്ടോ രണ്ടാമത്, മാതാവിന് വ്യഭിചരിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്, പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് തിരിച്ചു ചോദിച്ചു. ആ ചോദ്യം ഇവനോടും ചോദിക്കാണ്, യുക്തിവാദികളോടും ചോദിക്കാണ്, നിരീശ്വരവാദികളോടും ചോദിക്കാണ്. എന്താണ്? യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും ആ ചോദ്യം ഞാനും ചോദിക്കാണ്. ആ ചോദ്യം അവിടുന്ന് അവർ ചോദിച്ചു, ഞങ്ങള് സൃഷ്ടാവുണ്ട്, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, ചെയ്ത നന്മക്ക് പ്രതിഫലമുണ്ട്, ചെയ്ത തിന്മക്ക് കുറ്റമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? മാതാവിനെ വ്യഭിചരിക്കാത്തത്. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ മാതാവിനെ വ്യഭിചരിക്കാത്തത്? നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളെ മാതാവിനെ വ്യഭിചരിക്കൽ? അല്ല, ഹുസൈൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? ആരിഫ് ഹുസൈൻ മറുപടി പറഞ്ഞത്, സയൻസ് പറയുന്നുണ്ട് തെറ്റാണ്. അപ്പൊ സയൻസ് തെറ്റാണെങ്കിൽ സയൻസിന്റെ കാര്യമല്ലേ പറയേണ്ടത്? സയൻസ് പ്രകാരം തെറ്റാണ്. ആ ചോദ്യം ഇവനും പറയണ്ടേ? ആ ചോദ്യത്തിന് മറുപടിയാണ് ഇവൻ പറയണ്ടേ. പക്ഷെ ആ ചോദ്യത്തിന് മറുപടി ഇവന്റെ അടുത്തില്ല, ആരിഫിന്റെ അടുത്തില്ല. എന്താണ് ചോദ്യം? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ മാതാവിനെ വ്യഭിചരിക്കുന്നില്ല? അപ്പൊ അതിനെന്താ ആരിഫ് കൊടുത്ത മറുപടി? സയൻസ് പറയുന്നുണ്ട് മാതാവിനെ വ്യഭിചരിക്കാൻ പാടില്ല. അപ്പൊ തിരിച്ചവനോട് ചോദിച്ചു, സയൻസ് പ്രകാരം മാതാവ് ഒരു സ്ത്രീയാണ്, മകനൊരു ആണാണ്, രണ്ടുപേരും ചേർന്ന് എന്താണ് സംഭവിക്കുക അതന്നെയല്ലേ സംഭവിക്കുള്ളൂ സയൻസ് പ്രകാരം. അല്ലാതെ എന്ത് സംഭവിക്കാനാണ്? ധാർമ്മികമായി മതത്തിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾക്കാണ് അത് പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ കഴിയുക. നിങ്ങൾക്ക് അതിന് എന്താണ് തെളിവ് വെച്ച്? അതിന് മറുപടിയില്ല. ഇവനും തരാൻ കഴിയൂല, ഇവനും തന്നാ മതി, കഴിയൂല. രണ്ടാമത്തേത് ചോദിച്ചെന്താണ്? നീ പറഞ്ഞ ആയത്ത് എവിടെ?
അത് കാണിച്ചോണ്ടാ ഇവനും ബാധകാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ആയത്ത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവര് പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടും ആരിഫിനെ ഒന്ന് താങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇവൻ പറയുന്നത് കേൾക്കുക. ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രായപൂർത്തിയായ ആളുകൾ മാത്രം കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളരെ ഗൗരവകരമായ വിഷയമായതുകൊണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ വിട്ടുകളഞ്ഞാൽ തീർച്ചയായിട്ടും വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന പുതിയ തലമുറയോട് ചെയ്യുന്ന ഒരു വലിയ പാതകമാകും എന്നുള്ള വലിയൊരു പാതകമാകും ഇത് ഇനി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാനും ഇവൻ പറയുന്നത് ശരിയല്ല, തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി മെനക്കെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ പറയുന്നതും ഈ നിരീശ്വരവാദി പറയുന്നതും കേൾക്കണം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. മറ്റൊന്നുമല്ല, ധാർമ്മികതയെ കുറിച്ചാണ്. 1400 വർഷം മുമ്പുള്ള ധാർമ്മിക സദാചാര ബോധം എന്താണ് എന്ന് വിശ്വാസികൾ പരിശുദ്ധമെന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ, ഖുർആനിൽ നിന്ന് തന്നെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് കരുതുന്നത്. ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ട ആ ഒരു സബ്ജക്റ്റ് ഉണ്ടായതിനു ശേഷം അപ്പൊ മനസ്സിലായില്ല, ആരിഫ് ഹുസൈനുമായി ഉണ്ടായ സബ്ജക്റ്റ് അതായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് വിശദീകരിക്കണം. ഇവനും അത് വിശദീകരിക്കണില്ല. ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പണ്ഡിത പുരോഹിതർ എന്നറിയപ്പെടുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അവരവരുടെ ചാനലുകളിലൂടെ കാണിച്ച ഒരു വീഡിയോ ഉണ്ട്. ഒരു സ്വതന്ത്ര ചിന്തകനായിട്ടുള്ള ഒരു വ്യക്തി സെക്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അദ്ദേഹം ഒരു പ്രോഗ്രാം. അതെങ്ങനെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം? അദ്ദേഹം വ്യക്തിപരമായ അഭിപ്രായം പറയണമെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അത് വ്യക്തിപരമാണോ? അമ്മയെ വ്യഭിചരിക്കണാണോ അതോ മുസ്ലിങ്ങളും ആരാധിക്കണ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണോ തെറ്റ് എന്ന് ചോദിച്ചു. അത് വ്യക്തിപരമാണോ? അല്ലല്ലോ. എന്തിനാണ് ചങ്ങായിയെ വെറുതെ ആൾക്കാരെ വണ്ടി കയറ്റാൻ നോക്കുന്നത്? ആൾക്കാരൊന്നും വിഡ്ഢിയാളല്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ മാത്രം വളവന്മാർ ബാക്കിയൊക്കെ പൊട്ടന്മാരെന്നാ. അല്ല, നിങ്ങൾക്ക് മറുപടി തരാൻ ധാരാളം ആളുകൾ ഇസ്ലാം മതത്തിൽ തന്നെ ഉണ്ട്. മതത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവ പറഞ്ഞത് കേട്ടല്ലോ, ഇനിയും കേൾക്കുക. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുള്ളവർ ഈ യുക്തിവാദികളുടെയും ഈ നിരീശ്വരവാദികളെയും നുണ കേൾക്കാതെ നിങ്ങൾ ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ മതി, ഇസ്ലാം മതത്തില് പരിശുദ്ധ ഖുർആനിൽ വ്യഭിചാരത്തെ കുറിച്ച് എന്ത് പറയുന്നു, നിങ്ങൾക്ക് എന്താണോ സംശയം അത് നിങ്ങൾ ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ മകളെ കല്യാണം കഴിക്കാൻ. എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്? പിന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുർആനിലെ 4-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം, നിങ്ങളുടെ മാതാക്കളെയും നിങ്ങളുടെ പുത്രിമാരെയും സഹോദരിമാരെയും പിതൃ സഹോദരിമാരെയും മാതൃ സഹോദരിമാരെയും സഹോദരന്റെ പുത്രിമാരെയും സഹോദരിയുടെ പുത്രിമാരെയും നിങ്ങൾക്ക് വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പച്ച മലയാളത്തിൽ അതിന്റെ അറബി അർത്ഥം. ഇതിനെ ഇവർ വ്യാഖ്യാനിക്കുന്നത് മകളെ വിവാഹം കഴിക്കാമെന്നാണ്. പരിശുദ്ധ ഖുർആൻ പിൻപറ്റുന്ന ആളുകൾ ഇതല്ലേ പിൻപറ്റുന്നത്? ഇവർ പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റുന്ന ഈ നിരീശ്വരവാദികൾ ഇസ്ലാം മതത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഇത് തുറന്ന് കാട്ടിത്തരല് മുസ്ലിങ്ങളുടെ ബാധ്യതയാണോ അല്ലേ? ഇനി നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കുക, ഈ ദുഷ്ടന്മാരുടെ സ്വഭാവം തന്നെ എന്താണ്? പരിശുദ്ധ ഖുർആനെ ഇകഴ്ത്തുക. അതുകൊണ്ട് ഇവർക്ക് ഊതിക്കെടുത്താൻ പറ്റുന്ന ഒരു സാധനമല്ല പരിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാക്കുക. ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകളാണ് പരിശുദ്ധ ഖുർആനിനെ പിൻപറ്റുന്നത്, ഇവരെ പോലുള്ള മൂഢന്മാരല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ സൂറത്ത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതിൽ എന്താണ് പറഞ്ഞത് എന്ന് ഇവനോട് നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക. എടാ ചങ്ങ, ഈ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്, പിന്നെ എന്തിനാണ് ഇങ്ങനെ നുണ പറഞ്ഞാണ് ഞങ്ങളെ വണ്ടി കയറ്റണെന്ന് ചോദിച്ചൂടെ ഇവനെ പിൻപറ്റുന്ന ആളുകളെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. അടുത്ത വീഡിയോ നിങ്ങൾ കാണുക. പറയല് നിർബന്ധമാണ്, മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.